എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഈ അടുത്ത കാലത്തായി കണ്ണാടിയിൽ നോക്കുമ്പോൾ നിന്നെത്തന്നെ തിരിച്ചറിയാൻ നിനക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഹൃദയവേദന നിന്നെ നീ ആരാണെന്ന് മറക്കാൻ പ്രേരിപ്പിക്കും. അത് നിന്റെ പ്രകാശത്തെയും നിന്റെ ചിരിയെയും ചിലപ്പോൾ നിന്റെ മൂല്യത്തെയും കവർന്നെടുക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കുക. നീ ഇപ്പോഴും വിലപ്പെട്ടവനാണ്. നീ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു. നീ ഇപ്പോഴും എന്റേതാണ്. കാര്യങ്ങൾ എന്തുകൊണ്ടാണ് തകർന്നതെന്ന് മനസ്സിലാക്കാൻ നീ ഒരുപാട് സമയം ചിലവഴിച്ചു. നിനക്കൊന്നിനും തികയാതെ പോയല്ലോ എന്ന് നീ നിന്നെത്തന്നെ കുറ്റപ്പെടുത്തി. എന്നാൽ എന്റെ കുഞ്ഞെ, നീ ഒരിക്കലും കുറവോ കൂടുതലോ ആയിരുന്നില്ല. ഞാൻ നിന്നെ ചേർത്തുപിടിക്കുന്നതുപോലെ നിന്റെ ഹൃദയത്തെ ചേർത്തുപിടിക്കാൻ കഴിയാത്ത ഒരാൾക്കാണ് നീ നിന്റെ ഹൃദയം നൽകിയത്. അവർ നിന്നെ വിട്ടുപോയിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോയിട്ടില്ല. നീ നൽകിയ സ്നേഹം ഒരിക്കലും വെറുതെയായില്ല. അത് പരിശുദ്ധമായിരുന്നു. നിനക്ക് എത്രത്തോളം കരുതാൻ കഴിയുമെന്നും എത്ര ശക്തമായി സ്നേഹിക്കാൻ കഴിയുമെന്നും അത് കാണിച്ചുതന്നു. നിന്റെ ഹൃദയം ഒരു വിസ്മയമാണെന്ന് മറക്കാൻ വേദനയെ നീ അനുവദിക്കരുത്. സങ്കീർത്തനം 139:14 പറയുന്നു, ഭയഭക്തിജനകവും അത്ഭുതകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്കു സ്തോത്രം ചെയ്യുന്നു. നിന്നെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ നിന്നെ സുന്ദരനെന്ന് വിളിച്ചു. അത് നിന്റെ പുറമേ കാണുന്ന രൂപം കൊണ്ടല്ല, മറിച്ച് നീ ആരാണെന്നതുകൊണ്ടാണ്. ദയയുള്ളവനും ശക്തനും ക്ഷമയുള്ളവനുമായതുകൊണ്ടാണ്. ഓരോ പാടുകളും ഓരോ പാഠങ്ങളും ഓരോ തുള്ളിക്കണ്ണുനീരും നിന്നെ കരുണ നിറഞ്ഞ ഒരു ആത്മാവാക്കി മാറ്റിയിരിക്കുന്നു. നീ തകർന്നിട്ടില്ല. നീ എന്നിൽ വീണ്ടും പൂർണ്ണനാവുകയാണ്. നിന്നെത്തന്നെ വീണ്ടും സ്നേഹിക്കാൻ പഠിക്കുന്നത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. അത് ചെറിയ നിമിഷങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരുപാട് കാലം അവിടെ തന്നെ തങ്ങിപ്പോയതിന് നിനക്ക് തന്നെ മാപ്പ് നൽകുക. അതിജീവിച്ചതിന് നിന്നെത്തന്നെ അഭിനന്ദിക്കുക. അവർ മുറിപ്പെടുത്തിയത് ഞാൻ സൗഖ്യമാക്കുന്നു എന്ന് വിശ്വസിക്കുക. എന്റെ സ്നേഹം നിന്റെ പ്രതിഫലനമായിരിക്കട്ടെ. ഞാൻ നിന്നെ കാണുന്നതുപോലെ നിന്നെ തന്നെ നോക്കിക്കാണുക. പ്രകാശിക്കുന്നവനായി, വീണ്ടെടുക്കപ്പെട്ടവനായി, തിരഞ്ഞെടുക്കപ്പെട്ടവനായി. നിനക്കിനി സ്നേഹത്തിന് പിന്നാലെ ഓടേണ്ടതില്ല. നീ എന്നിൽ വിശ്രമിക്കുമ്പോൾ സ്നേഹം നിന്നെ കണ്ടെത്തും. ആര് വരുന്നു ആര് പോകുന്നു എന്നതിലല്ല നിന്റെ മൂല്യം, മറിച്ച് ഒരിക്കലും മാറാത്തവനിലാണ് നിന്റെ മൂല്യമെന്ന് നീ ഓർക്കുക. എന്റെ സ്നേഹം നിന്റെ ആത്മവിശ്വാസം വീണ്ടും പണിയും. എന്റെ കൃപ നിന്നെ വീണ്ടും ചിരിക്കാൻ പഠിപ്പിക്കും. നീ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടില്ലെന്നും മെച്ചപ്പെട്ട ഒന്നിലേക്ക് വഴിതിരിച്ചുവിടുക മാത്രമാണ് ചെയ്തതെന്നും എന്റെ സമാധാനം നിന്നെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് എന്റെ കുഞ്ഞെ, നിന്റെ തല ഉയർത്തുക. നീ അളവറ്റ രീതിയിൽ സ്നേഹിക്കപ്പെടുന്നു. നീ ആയിരിക്കുന്നതുപോലെ തന്നെ എനിക്ക് മതിയായവനാണ്. ഇത്തവണ ഒരു ഹൃദയവേദനയ്ക്കും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ നീ നിന്നെത്തന്നെ സ്നേഹിക്കും.